ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ ചേർത്തലയിലെ മുട്ടം മാർക്കറ്റിലാണ്. ഇപ്പോൾ രാവിലെ എണ്ണീറ്റപ്പോഴത്തേക്കും രാവിലെ ഒരു 6:45 ആയപ്പോഴത്തേക്കും ബബ്ബു എണ്ണീറ്റു. അപ്പോൾ ബബ്ബുവിനെ ഉറക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, കായ എനിക്ക് ഉറക്കം ഏതായാലും പോയി, നമുക്കൊന്ന് ചായ കുടിക്കാൻ വേണ്ടി പോയാലോ എന്ന് ഞാൻ ചോദിച്ചു. പറയേണ്ട താമസം ഗായ പറഞ്ഞു, വാ വിവേകെ നമുക്ക് പോകാം. അപ്പം ഞാനും ബബ്ബുവും ഗായ എല്ലാം റെഡിയായി. അപ്പൊ ഞങ്ങള് ചേർത്തലയില് മുട്ടത്തുള്ള ഗോകുലം എന്ന ഒരു അടിപൊളി അത്ര വലിയ ഹോട്ടൽ എന്നല്ല, ചെറിയൊരു 4 ടേബിളും കസേരകളേ ഉള്ളൂ. പക്ഷെ നല്ല തിരക്കാണ്. മെയിൻ മാർക്കറ്റിൽ തന്നെ ആയതുകൊണ്ട് ഓട്ടോക്കാരും ബസ് ഓടിക്കുന്ന സാധാരണക്കാർ, അതായത് പച്ചക്കറി മേടിക്കാൻ വരുന്നവര്, പച്ചക്കറി ഹോൾസെയിൽ കടകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അവിടെ വണ്ടിയും കൊണ്ടുവരുന്നവര്, അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ വന്ന് ചായ അടിക്കുന്ന ഒരു അടിപൊളി ഒരു സ്ഥലമാണ് ഗോകുലം എന്ന് പറയുന്ന ചേർത്തലയുള്ള ഒരു കട. അപ്പൊ രാവിലെ ഞങ്ങൾ വന്നിട്ട് ഗായ കഴിച്ചത് ഒരു നെയ്റോസ്റ്റ്. ഞാൻ നല്ല അടിപൊളി മുല്ലപ്പൂ പോലത്തെ ഇഡ്ഡലിയും നല്ല കറുമുറ ഉഴുന്നുവടയും അടിപൊളി സാമ്പാറും ചമ്മന്തിയും പിന്നെ മുളക് ചട്നിയും. അപ്പൊ അത് കഴിച്ചപ്പോ തന്നെ എന്നിട്ട് നമ്മള് 10 അപ്പവും കടലക്കറിയും പാഴ്സലും എല്ലാം കൂടെ നമുക്ക് ആകപ്പാടെ 250 രൂപയായിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല നമ്മുടെ മനസ്സ് നിറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ അപ്പുറത്ത് പോയുള്ള ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയി ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു. അപ്പൊ ബബ്ബു അങ്ങനെ ഇവിടുത്തെ മുട്ടം മാർക്കറ്റ് കണ്ടോണ്ടിരിക്കുകയാണ്. സോറി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കും, നമ്മൾ സംസാരിക്കാൻ പാടില്ല. ബബ്ബു ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ബിസിയാണ്. അപ്പം പുതിയ പരിപാടിയാണ് മുമ്പിൽ കയറി ഇരുന്ന് ഈ സ്റ്റിയറിംഗ് പിടിച്ച് തിരിക്കല്. കാരണം ബാക്കിൽ ഇരുന്ന് വിവേക് ഓടിക്കുന്ന കണ്ട് അത് മുമ്പിൽ ഇരുന്ന് സ്റ്റിയറിംഗ് പിടിക്കുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഈ ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പൊ ഇൻഡിക്കേറ്റർ ഇടാനുള്ള തിരക്കിലാണ്. ഹലോ ഗൈസ്, ഇപ്പം ഇച്ചിരി ബിസിയാണ്. ഓക്കെ, സീ യു ആഫ്റ്റർ സം ടൈം. ഇതാണ് നമ്മുടെ ചേർത്തല മാർക്കറ്റ്. നല്ല ഫ്രഷ് കാച്ചിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മളിതാ കുറച്ച് ഫ്രൂട്ട്സും തൈരും പാലും ഒക്കെ വാങ്ങിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും ബ്രെഡും പാലും പഴവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മള് വീട്ടിലോട്ട് പോകാം. ഇപ്പം ഇത് വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവിടത്തെ ഏറ്റവും ഫേമസ് ആയ മുട്ടം പള്ളിയാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 100-150 വർഷം പഴക്കമുണ്ടെന്നാണ്, അല്ല 100 അല്ല 1000 വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയത്തില്ല, അതിനി തെറ്റാണോ ശരിയാണോ എനിക്കറിയില്ല. 100 വർഷമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ ഇവിടെ 43ാമത് ദിവ്യകാരുണ്യ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ദർശന പെരുന്നാൾ. ക്രിസ്ത്യൻസും ഒരു സൺഡേ അവർക്ക് ഒരു പ്രയർ ടൈം ഉണ്ടല്ലോ രാവിലെ. നല്ലൊരു കാര്യം. ഇവിടെ ഭയങ്കര തിരക്കാണ്, ഒരു അടിപൊളി വൈബാണ് ഇവിടുത്തെ. പിന്നെ ഇതും അതേപോലെ തന്നെ ഇവിടെ ചെറിയ ഒരു മാർക്കറ്റ് ഏരിയ ആണ്. ഇതിപ്പോ രാവിലെ ആയതുകൊണ്ടാണ് ഇത്ര ആൾക്കാരൊക്കെ കുറവ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടി പാർക്ക് പോലും ചെയ്യാൻ പറ്റത്തില്ല. അതെ, പാർക്കിംഗ് ഒന്നും കിട്ടത്തില്ല. നമ്മൾ എവിടെയെങ്കിലൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണം നടന്നു വരാൻ. അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് മുന്നേ നമ്മള് ഏതോ ഒരു സ്ഥലം, ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ട് ഈ സ്ഥലത്ത് വന്നിട്ടേ ഇല്ല, എന്നെ കൊണ്ടുവന്നിട്ടേ ഇല്ല. ചേർത്തലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. വിവേകേ, എന്താണ് ഇവിടെ കൊണ്ടുവരുന്നേ? അതല്ലല്ലോ ക്വസ്റ്റ്യൻ, എന്നെ എന്ത് കൊണ്ടുവരാഞ്ഞേ? ഞാനും എനിക്കറിയത്തില്ല. ഇത്രയും മനോഹരമായ സ്ഥലം ചേർത്തല. ഞാൻ വെച്ച ആലപ്പുഴ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ വിചാരിച്ചു വെച്ചിരുന്നത്. എന്നെ പറ്റിച്ചു, എന്നെ 2 വർഷം എന്നെ പറ്റിച്ചു. ഞാൻ ആക്ച്വലി ചേർത്തല ഞാൻ വന്നിട്ട് ആകപ്പാടെ 3 വർഷം എന്തായിട്ടുള്ളൂ, 4 വർഷം എന്തായിട്ടുള്ളൂ. ആലപ്പുഴ ആണെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. ആലപ്പുഴ ഇപ്പൊ എനിക്ക് തന്നെ കാണാപ്പാടോ, എപ്പോഴും നമ്മൾ ആലപ്പുഴ നല്ല കിട്ടുന്ന സ്പോട്ടുകൾ ആലപ്പുഴ. പക്ഷേ ഇത് ഒരു അത്യാവശ്യം നല്ല സ്പോട്ടുകളാണ്. കൊള്ളാം. ഇത് നല്ല മോർണിംഗ് വാക്കിനും കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. പിന്നെ ഇവിടെ ഒരു കോഫി ടീ ഷോപ്പൊക്കെ ഉണ്ട്, അത് തുറന്നിട്ടില്ല. ഇത് കണ്ടോ, ഒരു മരത്തിന്റെ വേരാണ് ഈ താഴെ കൂടെ പോയേക്കുന്നത്. ഈ മരത്തിന്റെ ടൈൽസ് ഒക്കെ പൊട്ടിച്ച് നമ്മൾ നേച്ചറിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ നേച്ചർ ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല. അതിന്റെ എക്സാമ്പിളാണ്.
ഇതുവഴി ഇങ്ങനെ നടന്നു പോയി കഴിയുമ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. എല്ലാവരും 2 വീലറും കാറും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ സ്പേസ് ഉണ്ട്, ഷെയ്ഡുണ്ട്. ബബു ഇഷ്ടപ്പെട്ട? ഇത് നല്ല സ്ഥലമാണ്. അപ്പം നമ്മളെ കൊണ്ടുവന്നില്ല അല്ലേ ബബു? ഹാപ്പിയാണോ? ഹാപ്പി അല്ലേ? അല്ലേ അല്ലേ? സ്മൈൽ പ്ലീസ്. ഇവിടെ തന്നെ ഒരു എന്താ പറയുക, ചൈനീസ് ആണോ ജാപ്പനീസ് ആണോ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു കഫേ ഉണ്ട്, ഇക്കിക്കായ്. ഇതാ ഇക്കിക്കായ് എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ആണെന്ന് തോന്നുന്നു അല്ലേ? കാരണം അവര് മറ്റേ ചെറി ബ്ലോസത്തിന്റെ ആണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് ഇതാണ് അവരുടെ മെനു. ഇവിടെ കഴിക്കാം, ഇവിടെ ഇരിക്കാം, റൗണ്ട് ടേബിൾസ് വെച്ചിട്ടുണ്ട്, ചെയർസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഇതെല്ലാം കണ്ടില്ലേ, മറ്റേ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയേക്കുന്ന സംഭവങ്ങളാണ്. പഴയ ഡബ്ബ, മരത്തിന്റെ കഷ്ണം, വേണ്ടാത്ത വീൽസ്, വേസ്റ്റ് ഡ്രം ഒക്കെ കൊണ്ട് യൂസ് ചെയ്തേക്കുന്നത്. അതാ ഞാൻ ആലോചിച്ചത്, KCBയുടെ ഒക്കെ വലിയ വയറ് വെക്കുന്ന, റോൾ ചെയ്ത് വെക്കുന്ന. പിന്നെ മരത്തിന്റെ കുറച്ച് കഷ്ണങ്ങൾ വെച്ച് ചെയർ ആക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ മാക്സിമം നന്നായിട്ട് എന്താ വേസ്റ്റ് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ വേസ്റ്റ് കളയാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം ക്ലീൻ ആക്കി വെക്കാനുള്ള ചെയ്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ പോലെ ഇവിടുത്തെ പ്രശ്നം മൊത്തം ഈ വേരുകൾ ഇറങ്ങി ടൈൽസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പം ആക്ച്വലി നമ്മൾ ടൈൽസ് ഒന്നും ഇടാൻ പാടില്ലല്ലേ, നേച്ചർ അതായിട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അതെ, രാത്രി നല്ല ലൈറ്റ്സ് ഒക്കെ ഇടുമെന്ന് തോന്നുന്നു. മൊത്തം സീരിയൽ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഇത് ഓൺ ആയിരിക്കുന്ന സമയത്ത്, ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് വരാം. ഷാപ്പ് ഫാമിലി റെസ്റ്റോറന്റ് ഊണ്, പിന്നെ അപ്പുറത്ത് എന്തോ രുചിയുടെ എന്ന് പറഞ്ഞിട്ട് 7 ദിവസവും വർക്ക് ചെയ്യുന്ന ഒരു ഫുഡ് കോർട്ട്. ഓ അടിപൊളി. നമുക്ക് ഒരു ദിവസം ആൾക്കാരുള്ള ഒരു സമയത്ത് വരാം അല്ലേ, തോന്നിട്ടുള്ള സമയത്ത് നമുക്ക് ഇവിടെ എന്താണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. യെസ്, നമ്മളപ്പോ രാവിലത്തെ ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കണ്ടു. അതെ, ബബ്ബുമണീനെ നമ്മൾ ഇങ്ങനെ രാവിലെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. കാരണം രാവിലെ ആകുമ്പോൾ തന്നെ ഇപ്പം എൻ്റെ കൂടെ തന്നെ ബബ്ബുമണി എണ്ണീക്കുന്നുണ്ട്. നമുക്കൊരു നിത്യേന ഒരു എന്താ പറയുന്നത്, ഒരു മോർണിംഗ് റൂട്ടീൻ ഉണ്ട്. അപ്പം അതിനനുസരിച്ച് ഇന്ന് അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ബബ്ബുവിനെയും കൊണ്ട് പുറത്ത് വന്നത് രാവിലെ. ആ ഒരു ദിവസം നമുക്ക് ഞങ്ങൾ വിചാരിച്ചൊരു വ്ലോഗ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, മിനി വ്ലോഗ്, ചെറിയൊരു വ്ലോഗ്. ബബ്ബുവിന് എന്തൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെയുള്ള ഒരു ചെറിയൊരു വ്ലോഗ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ബബ്ബു ദേ അവിടെ നോക്ക്, ക്യാമറ പോ.